ഏവർക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അവധൂതൻ്റെ ആത്മകഥ, അവധൂത നാഥാനന്ദജിയുടെ ഗർജിക്കുന്ന നിശബ്ദത എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അവധൂത നാഥാനന്ദജിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർക്ക് താഴെ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നാഥാനന്ദജിയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിലെ 19ാമത്തെ അധ്യായമായ അവബോധത്തിൽ ആയിരിക്കൽ എന്ന ഭാഗമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നർമ്മദയുടെ തീരത്ത് ഖേഡി ഘാട്ട് എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു ആശ്രമമുണ്ട്. വിരക്ത കുഠ്യ എന്നാണ് അത് സന്യാസിമാർക്കിടയിൽ അറിയപ്പെടുന്നത്. അതിന് കാരണവുമുണ്ട്. ഒരു കാരണവശാലും പണം വാങ്ങുകയോ സൂക്ഷിക്കുകയോ തൊടുകയോ ചെയ്യാത്ത സന്യാസിമാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ആ ആശ്രമത്തെക്കുറിച്ച് രസകരമായ ചരിത്രമുണ്ട്. അതിൻ്റെ സ്ഥാപകൻ ഒരു അവധൂതനായിരുന്നു. അരുണാചലത്തിലെ രമണ മഹർഷിയെപ്പോലെ ഈ അവധൂതനും കൗപീനധാരിയാണ്. എന്നാൽ അവരുടെ അവസ്ഥകളിൽ വ്യത്യാസമുണ്ട്. ഈ അവധൂതന് ചെറുപ്പമാണ്. സമ്പന്നനായ ഒരു ജന്മിയുടെ ഏകമകൻ. ദേഹബലത്തിൻ്റെ കാര്യത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അസാധാരണനായിരുന്നു. ഒരാൾക്ക് എടുക്കാവുന്നതിൻ്റെ അനേക മടങ്ങ് ഭാരം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഉയർത്താൻ കഴിയുമായിരുന്നു. സാധാരണഗതിയിൽ ആരും തന്നെ ചെയ്യുക ദേഹബലത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് സത്സംഗം വഴി ലഭ്യമാകുന്ന വേദശാസ്ത്രങ്ങളെപ്പറ്റി കാര്യമായ അറിവൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് മകൻ്റെ അസാമാന്യമായ കായിക ശക്തിയെ ഒരു വൈകല്യമായി കണക്കാക്കി അതിനെ കാരണമറിയാൻ അവർ ഡോക്ടർമാരെ സമീപിച്ചു. ഡോക്ടർമാർക്ക് ആർക്കും തൃപ്തികരമായ വിശദീകരണം നൽകുവാൻ കഴിഞ്ഞില്ല. അതിനിടെ വലിയ സിദ്ധിയുള്ള ഒരു സന്യാസി ഭിക്ഷയ്ക്കായി അവരുടെ വീട്ടിലെത്തി. അദ്ദേഹത്തെ ഉപചരിച്ച ശേഷം മാതാപിതാക്കൾ സന്യാസിയോട് കുട്ടിയുടെ അസാധാരണത്തിന് കാരണം ചോദിച്ചു. ബാലൻ യഥാർത്ഥത്തിൽ ഒരു യക്ഷൻ, അതായത് അർദ്ധദൈവികത്വമുള്ള മനുഷ്യനാണെന്നും കഴിഞ്ഞ ജന്മത്തിലെ ചില ദുഷ്പ്രവൃത്തികളുടെ ഫലമായി ഈ ജന്മത്തിൽ മനുഷ്യരൂപത്തിൽ ജനിച്ചിരിക്കുകയാണെന്നും സിദ്ധൻ പറഞ്ഞു. കുട്ടിയുടെ അസാമാന്യ ശക്തിക്ക് അതാണ് കാരണം. കുട്ടിയെ അവർ സന്യാസിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ചില ക്രിയകൾ ചെയ്ത ശേഷം താൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആവർത്തിച്ചു. ബാലന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് മാതാപിതാക്കൾ ചോദിച്ചു. മനുഷ്യജന്മത്തിന്റെ പിടിയിൽ നിന്ന് വിടുതൽ സാധ്യമാണോ? പരിഹാരമുണ്ടെന്ന് സന്യാസി പറഞ്ഞു. സന്യാസിമാർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ബാലൻ ചെയ്യുകയാണെങ്കിൽ അവന് മുക്തി സാധ്യമാണ്. അത് കേട്ടപ്പോൾ 15 വയസ്സ് പ്രായമായ ആ ബാലൻ അപ്പോൾ തന്നെ വീട് വിട്ട് ഖേഡി ഘാട്ടിലെത്തി. അവിടെ അലഞ്ഞു തിരിഞ്ഞു. പിന്നെ നർമ്മദയിൽ കുളിച്ചു. അപ്പോൾ ബാലന് ഉൾവിളിയുണ്ടായി. ബാലൻ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു. കൗപീനം മാത്രമായി വേഷം. താമസം ഒരു ആൽമരത്തിന്റെ ചുവട്ടിലും. ദിവസവും രാവിലെ അടുത്തുള്ള ബെഡ്വ എന്ന ഗ്രാമത്തിലെ ചന്തയിൽ ചെന്ന് അവിടെ ഭിക്ഷയായി ലഭിക്കുന്നതെന്തോ അതെല്ലാം കഴിച്ച് വീണ്ടും ആൽമരത്തിന്റെ ചുവട്ടിൽ വെറുതെയിരിക്കും. എന്തുകൊണ്ട് ഒരു കുടിൽ കെട്ടിക്കൂടാ എന്ന ആശയം ഒരു ദിവസം അവനിൽ ഉദിച്ചു. എന്നാൽ അവിടം താഴ്ന്ന പ്രദേശമായിരുന്നു. മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകും. ഒരു ദിവസം ബാലൻ സ്വയം അറിയാതെ നർമ്മദയിലെ വലിയ കല്ലുകൾ പൊക്കിയെടുത്ത് ഒരു സ്ഥലത്ത് കൂട്ടി. ഒരാഴ്ച അങ്ങനെ ചെയ്തു. അങ്ങനെ ശേഖരിച്ച കല്ലും ചെളിയും 50ഓളം ടണ്ണുണ്ടായിരുന്നു. അതുപയോഗിച്ച് കുന്നുപോലെ ഒരു തറ പണിതു. തറമേൽ ഒരു മുറി നിർമ്മിച്ചു. അതൊന്നും ബോധപൂർവം ചെയ്തതായിരുന്നില്ല. താൻ പണിത മുറിയിൽ താമസിക്കുവാൻ ബാലൻ തയ്യാറായില്ല. ഒരു ദിവസം ഒരു പരിക്രമവാസി സന്യാസി അവിടെ എത്തി. ചാതുർമാസ്യകാലത്ത് താമസിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. ബാലൻ മുറി പരിക്രമവാസി സന്യാസിക്ക് സസന്തോഷം വിട്ടുകൊടുത്ത് അരയാൽ ചുവട്ടിൽ തന്നെ താമസം തുടർന്നു. നിസാരമെന്ന് തോന്നുന്ന ആ പ്രവൃത്തി അത്ഭുതങ്ങൾ ഉണ്ടാക്കി. പരിക്രമവാസിക്ക് താമസിക്കുവാൻ സ്ഥലം കൊടുത്തു എന്ന പുണ്യകർമ്മം നർമ്മദാ മാതാവിനെ സംപ്രീതയാക്കി. ദേവി അവധൂതന് സാക്ഷാത്കാരം നൽകി. ഒരു വ്യക്തി ചുരുങ്ങിയ സമയം കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെ കുടിൽ പണിതു എന്ന് ആരും അന്വേഷിച്ചില്ല. എന്നാൽ ക്രമേണ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ നിർമ്മിച്ച ആശ്രമമായിരുന്നു ഇത്. അതാകുന്നു ഇതിൻ്റെ ചരിത്രവും മറ്റും. അങ്ങനെ മനുഷ്യരൂപമെടുത്ത യക്ഷന് ശാപമോക്ഷം സിദ്ധിച്ചു. അതിന് കാരണം സ്വയമറിയാതെ അദ്ദേഹം ചെയ്ത പുണ്യകർമ്മമാണ്. അദ്ദേഹം സന്യാസിമാർക്ക് താമസിക്കുവാൻ ഇടം നൽകി. അതിന് തെളിവാണ് ആശ്രമം. സംഭവം 1950 നടന്നതാണ്. അതായത് വളരെ കാലമായിട്ടില്ല. അതുകൊണ്ട് ശ്രീവിദ്യ ഷോഡശി മന്ത്രത്തിൻ്റെ 14ാമത്തെ പുരസ്ചരണത്തിന് ഞാൻ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു.
നർമ്മദ തന്നെ സിദ്ധഭൂമിയാണ്. അവിടം ഒരു സാധനാസ്ഥാനം കൂടിയാകുമ്പോൾ സാധന അയത്നലളിതവും ഇരട്ടി ഫലപ്രദവുമായിരിക്കും. നർമ്മദയുടെ വടക്കൻ തീരത്ത് ഓങ്കാരേശ്വരനടുത്തുള്ള സുന്ദരമായ സ്ഥലമാണിത്. സന്യാസിമാർക്ക് സാധന ചെയ്യുവാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഏതാനും മുറികളും ഭക്ഷണത്തിലുള്ള ഏർപ്പാടുകളും മറ്റും ആശ്രമ ഭരണാധികാരികൾ ഒരുക്കിയിട്ടുണ്ട്. യക്ഷന്റെ അവതാരമായ അവധൂതൻ നിർമ്മിച്ച ചെറിയ കുടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. യക്ഷന്റെ സമാധിക്ക് ശേഷം ആ മുറി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. അടുത്ത കാലത്താണ് ഭക്തന്മാർ അറ്റകുറ്റപ്പണികൾ നടത്തി അത് താമസയോഗ്യമാക്കിയത്. അതിൻ്റെ നടത്തിപ്പ് യക്ഷന്റെ ഭക്തന്മാരുടെ ചുമതലയിലാണ്. അതിനടുത്ത് നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു ശ്മശാനമുണ്ട്. സന്യാസിയാണെന്ന് അവകാശപ്പെടുന്ന എന്നാൽ പരമ്പരാഗത സന്യാസിയല്ലാത്ത ഒരു സന്യാസി തൻ്റെ വളർത്തുമൃഗമായ കുരങ്ങനോടൊപ്പം ശ്മശാനത്തിൽ താമസിക്കുന്നുണ്ട്. മുമ്പെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഉന്മേഷത്തോടെ ഞാൻ ജപപുരസ്ചരണവുമായി മുന്നോട്ടു പോയി. എൻ്റെ ആത്മീയ സഹോദരനായ അഭയാനന്ദ കുറച്ചകലെയുള്ള പ്രധാന ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട്. പ്രധാന ആശ്രമത്തിൽ നിന്നാണ് ഞാൻ ദിവസവും ഭിക്ഷ സ്വീകരിക്കുക. അവിടെ ഭിക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോയിരുന്നത്. മറ്റൊന്നിലും ഇടപെടാതെ, മറ്റാരുടെയും ശല്യമില്ലാതെ ജപം തടസ്സമേതുമില്ലാതെ പുരോഗമിച്ചു. ഒരു ദിവസം മുഴുവനും ഞാൻ ജപത്തിൽ മുഴുകുമായിരുന്നു. അപൂർവമായി 1-2 ഗ്രാമീണർ എന്നെ കാണാൻ വരാറുണ്ട്. അതുപോലും എനിക്ക് അലോസരമായി തോന്നിയിരുന്നു. അന്തരീക്ഷം ഉത്തമമായിരുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരുന്നു. എന്നാൽ എക്കാലത്തും അത് അങ്ങനെയാകില്ലല്ലോ. സത്യയുഗത്തിൽ പോലും ഒന്നും ശാശ്വതമല്ല. അപ്പോൾ പരീക്ഷണഘട്ടമായ കലിയുഗത്തിലെ കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഞാൻ താമസിക്കുന്ന കുടിലിനടുത്ത് സ്വന്തം കുടിലിൽ താമസിക്കുന്ന ഒരു യുവസന്യാസിയുമായി ഉണ്ടായ വഴക്ക് എന്നെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ഉത്തരകാശിയിലെ പ്രസിദ്ധമായ ഒരു ആശ്രമത്തിൽ ദീർഘകാലം കൊഠാരി അഥവാ കാര്യസ്ഥനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. സാധനയ്ക്കായി സ്വന്തം കുടിലിൽ താമസം തുടങ്ങി കുറച്ചു വർഷങ്ങളായിട്ടുണ്ടാകും. അദ്ദേഹം സാധനയ്ക്ക് പുറമെ ഉപവൃത്തിയായി ചെറിയ തോതിൽ താന്ത്രിക വേലകളുമുണ്ട്. വന്ധ്യത, പ്രേമം, ചൂതാട്ടം തുടങ്ങി നിസ്സാര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും നേട്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്തു പോന്നു. അതിൽ വാതുവെപ്പ് രംഗത്താണ് അദ്ദേഹം കൂടുതൽ സജീവം. അദ്ദേഹം പരിഹാര കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര രാഷ്ട്രീയം, അന്തർ സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ അന്തർ ആശ്രമ രാഷ്ട്രീയവുമുണ്ട്. അതിനു പിന്നിൽ സ്വാർത്ഥമതികളും ഏഷണിക്കാരുമായ ചില ഗ്രാമീണരാണ്. എന്നാൽ അവരുടെ ഇരകളാകട്ടെ ഇവിടെ കഴിയുന്ന സാധകരും. അവർ സാധകരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് ചില പ്രത്യേക ശക്തിവിശേഷങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇത് ഒരേ സമയം സിദ്ധഭൂമിയും സിദ്ധസ്ഥലവുമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്, നൽകുന്നതിന്, ചിന്തിക്കുന്നതിന്, പ്രയോഗിക്കുന്നതിന് എന്തിനും പ്രതിഫലം, ഗുണങ്ങൾ അധികം വേഗത്തിലായിരിക്കും. ഈ സവിശേഷത ചൂഷണം ചെയ്യുന്നതിന് സന്യാസി വേഷം കെട്ടി ഇവിടെ താമസിക്കുന്നവരിൽ ചിലരും ഇവിടേക്ക് വന്ന് സ്ഥിരതാമസക്കാരായവരും ധനസമ്പാദത്തിന് എളുപ്പവിദ്യയായി ദുർമന്ത്രവാദം തുടങ്ങിയ ഹീനകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ട മഹാത്മാവ് തൻ്റെ ഭക്തർക്ക് ചില താന്ത്രിക മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആ വഴി നല്ല സമ്പാദ്യമുണ്ടായിരുന്നു. ചൂതാട്ടം, വാതുവയ്പ് തുടങ്ങിയ അധമ മാർഗങ്ങളിലൂടെയാണ് സമ്പാദ്യമെന്ന് മാത്രം. ഇത് ഈ പ്രദേശത്തിന് ശല്യമായിരുന്നു. അസാൻമാർഗിക മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം കൊള്ളരുതാത്ത കാര്യങ്ങൾക്കായി ആളുകൾ ചിലവഴിക്കുന്നു. അദ്ദേഹത്തിന് ചൂതാട്ടം വഴി നല്ല വരുമാനമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്വഭാവവും ജീർണിച്ചു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും, ആൺകുട്ടിയും പെൺകുട്ടിയും, ദുരൂഹമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ മദ്യത്തിന് അടിമയായി. ഇതിനെല്ലാം കാരണം അധാർമികമായ ധനസമ്പാദനമായിരുന്നു. അതെന്തായാലും സന്യാസി തൻ്റെ വിഹിതം കൃത്യമായി കൈപ്പറ്റിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഭക്തൻ ആകസ്മികമായി എൻ്റെ അടുത്ത് വന്ന് ഇതെല്ലാം എന്നോട് പറയുകയായിരുന്നു. അയാൾ താന്ത്രികൻ്റെ ഒരു ഉപഭോക്താവായിരുന്നു. നിങ്ങൾ ഇപ്പോഴും താമസികമായ മന്ത്രം ജപിക്കുന്നുണ്ട്, ആഭിചാരങ്ങൾ നടത്തുന്നുണ്ട്. സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, പണമല്ല വേണ്ടതെങ്കിൽ പരിഹാരമുണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും. നിങ്ങളുടെ പഴയ മന്ത്രം ഇനി ഫലിക്കുകയില്ല, ഞാൻ ഭക്തനോട് പറഞ്ഞു. അയാൾ സമാധാനത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ പറഞ്ഞു, സ്വാമിജി, ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും. പണത്തിനോടുള്ള ആർത്തി ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചോളാം. എനിക്ക് സമാധാനമാണ് വേണ്ടത്. ഞാൻ അയാൾക്ക് ചില സാത്വിക മന്ത്രങ്ങൾ ഉപദേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല അയാൾക്ക് മനസമാധാനവും ഇച്ഛാശക്തിയും തിരിച്ചു കിട്ടി.
ശരിയുടെ പാതയിൽ ജീവിക്കുകയാണെങ്കിൽ വിധിയും നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരും. അതിനിടെ ഒരു മില്ലുടമയെ ഞാൻ ആകസ്മികമായി കണ്ടുമുട്ടി. അയാൾ മില്ലിലേക്ക് ഒരു മാനേജരെ അന്വേഷിക്കുകയായിരുന്നു. സ്വയം തിരുത്താൻ തയ്യാറായ ആ ഭക്തന്റെ വിശദവിവരങ്ങൾ ഞാൻ മില്ലുടമയ്ക്ക് നൽകി. അയാൾ ജോലിയിൽ നിയമിക്കപ്പെട്ടു, സംതൃപ്തനാവുകയും ചെയ്തു. ജോലിയിൽ പ്രവേശിച്ച അയാൾ താമസിക മന്ത്രം ഉപദേശിച്ച ആ ചെറുകിട മാന്ത്രികനെ സന്ദർശിക്കാതെയായി. താമസിക മന്ത്രത്തിന് ഒരു തകരാറുണ്ട്. താമസിക മന്ത്രം ഉപദേശിക്കപ്പെടുകയും കുറച്ചുകാലം ജപിക്കുകയും ചെയ്ത ശേഷം അത് ജപിക്കാതിരുന്നാൽ മന്ത്രം ഉപദേശിച്ച ഗുരുവിന് ദോഷമുണ്ടാകാൻ തുടങ്ങും. സന്യാസിക്ക് പ്രശ്നങ്ങൾ തുടങ്ങി. ഇത്തരം അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാത്വിക മന്ത്രം താമസിക മന്ത്രത്തെ തടുത്തു നിർത്തുമെന്നുള്ളതിനാൽ സാത്വിക മന്ത്രം ജപിക്കുന്ന വ്യക്തി സുരക്ഷിതനായിരിക്കും. മന്ത്രം തന്നെ അയാളെ സംരക്ഷിക്കുന്നു. ഇവിടെ ഗുരു കുടുക്കിലായി. നടന്നത് മുഴുവൻ സന്യാസി മറ്റു പലരിൽ നിന്നും അന്വേഷിച്ച് മനസ്സിലാക്കി. സത്മന്ത്രം ഉപദേശിച്ച എന്നോട് ഒന്നും പറഞ്ഞുമില്ല. അദ്ദേഹത്തിൻ്റെ തകർച്ചയുടെ കുറ്റം എന്നിൽ ആരോപിച്ച് എനിക്കെതിരെ ദുഷ്പ്രചരണം തുടങ്ങി. എന്നെ ഇവിടെ നിന്ന് തുരത്തുവാൻ അയാൾ പഠിച്ച പണി 18 പയറ്റി. തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി കരിമ്പട്ടികയിൽപ്പെടുന്ന ദുഷ്മന്ത്രങ്ങളെ ഉപാസിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളെ സാത്വിക മന്ത്രങ്ങൾ നിർവീര്യമാക്കുകയാൽ അയാളുടെ പഴയ മന്ത്രങ്ങളുടെ ശക്തി തിരിച്ചു കിട്ടുക എളുപ്പമായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഉപാസിച്ചിരുന്ന ദുർമൂർത്തി അയാളെ വിഷമിപ്പിക്കുവാനും തുടങ്ങിയിരുന്നു. എന്നോട് നേരിട്ട് സംസാരിക്കുവാൻ അദ്ദേഹം ഒരുക്കവുമായിരുന്നില്ല. കുറച്ചു ദിവസം എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം നട്ടം തിരിഞ്ഞു. തകർച്ചയുടെ വക്കിലെത്തി. ഒരു ദിവസം അതിരാവിലെ ഞാൻ നർമ്മദയിൽ കുളിക്കുവാൻ പോകുകയായിരുന്നു. അദ്ദേഹം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യവർഷം തുടങ്ങി. ഇതെല്ലാം കേട്ട് എന്താണ് ഇതിൻ്റെ എല്ലാം കാര്യം? ഞാൻ വിനീതനായി ചോദിച്ചു. എന്ത് ദോഷമാണ് ഞാൻ അങ്ങയോട് ചെയ്തത്? എന്നാൽ രോഷാകുലനായിരുന്ന അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഉച്ചത്തിലുള്ള ശകാരം കേൾക്കാനിടയായ അഭയാനന്ദജി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പ്രധാന ആശ്രമത്തിൽ നിന്ന് ഓടിയെത്തി. മാന്ത്രികൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ കാരണം അഭയാനന്ദജിക്ക് മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും ഖേഡിക്കാട്ടിൽ നിന്ന് പുറത്താക്കണം. അതാണ് മാന്ത്രികന്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ചൂതാട്ട ശൃംഖലയ്ക്ക് ഞാൻ ഭീഷണിയാണെന്ന് അദ്ദേഹം മണത്തറിഞ്ഞിരുന്നു. ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടപാടുകാരൻ നഷ്ടപ്പെട്ടു. അയാൾ അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ പരസ്യമാക്കിയാൽ കൂടുതൽ കുഴപ്പമുണ്ടാകും. പ്രശ്നം പരിഹരിക്കാൻ സന്യാസിയായും നാട്ടുകാരുമായും അഭയാനന്ദജി ഇടപെട്ടത് എനിക്കിഷ്ടമായില്ല. ഞങ്ങൾ രണ്ടുപേരും കൈവരിച്ച നൈർമല്യം നഷ്ടപ്പെടുമെന്നതിനാൽ പ്രശ്നത്തിൽ ഇടപെടരുത് എന്ന് ഞാൻ അഭയാനന്ദജിയോട് അപേക്ഷിച്ചിരുന്നു. വഴക്കാളിയായ സന്യാസിയെ ഞങ്ങൾ രണ്ടുപേർക്കും നന്നായി അറിയാമായിരുന്നതിനാൽ അഭയാനന്ദജി എൻ്റെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. തൻ്റെ നയചാതുരി ഉപയോഗിച്ച് ഏതു വിധേനയോ അഭയാനന്ദജി പ്രശ്നം പരിഹരിച്ചു. അശാന്തിയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു. അശാന്തിയുടെ കാർമേഘങ്ങളുടെ പ്രത്യേകത അവ പെയ്താലും ഭൂമി നനയുകയില്ല എന്നതാണ്. ഭൂമി ഉണങ്ങുകയാണ് ചെയ്യുക. ഈ സംഭവത്തിൽ അകപ്പെട്ട ആളെന്ന നിലയ്ക്ക് എനിക്ക് മൊത്തഫലം കുറേ നാളുകൾ നീണ്ടുനിന്ന അസ്വസ്ഥതയായിരുന്നു. എനിക്ക് മനഃശാന്തി നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കിട്ടിയെങ്കിലും അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ കുടിലിനടുത്ത് താമസിച്ചിരുന്ന നാഗസന്യാസിയുടെ പക്കൽ ചെമ്പ് തകിട് കൊണ്ടുണ്ടാക്കിയ കൊച്ചു തലയോട്ടി പോലെയുള്ള രൂപങ്ങൾ കോർത്തുണ്ടാക്കിയ മാല ഉണ്ടായിരുന്നു. അതുപോലുള്ള ഒരു മാല എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. എൻ്റെ പക്കലുണ്ടായിരുന്ന മാല മൂകാംബിക വനത്തിൽ അമ്മയോടൊപ്പം താമസിക്കുന്ന കാലത്ത് അമ്മ എനിക്ക് തന്നതായിരുന്നു. ശ്രീവിദ്യയിൽ പൂർണ്ണാഭിഷേകം നടത്തിയ മഹാരാഷ്ട്രയിലെ എൻ്റെ ശിഷ്യൻ മോഹിക്ക് ഞാനത് പിന്നീട് നൽകി. മാലയിൽ ത്രിമാന രൂപത്തിലുള്ള 54 തലയോട്ടികളുണ്ട്. നാഗസന്യാസിയുടെ പക്കലുള്ള മാലയോട് എനിക്ക് വല്ലാത്ത ഭ്രമം തോന്നി. ആ മാല എനിക്ക് തരണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതിന് തയ്യാറല്ലായിരുന്നു. ആ മാല എങ്ങനെയെങ്കിലും എനിക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ അഭയാനന്ദജിയെ നിരന്തരം ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. എൻ്റെ അടിസ്ഥാന സ്വഭാവം അഭയാനന്ദജിക്ക് നന്നായി അറിയാമായിരുന്നു. എനിക്ക് എന്തിനോടെങ്കിലും കമ്പം തോന്നിയാൽ, മനസ്സിൽ ചെറിയ താല്പര്യം തോന്നിയാൽ പോലും അത് നേടുന്നതുവരെ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ഞാനത് എങ്ങനെയെങ്കിലും കൈക്കലാക്കും. ചെമ്പ് കൊണ്ടുണ്ടാക്കിയ തലയോട്ടിയുടെ രൂപമുള്ള മാലയ്ക്ക് എൻ്റെ അമ്മ തന്ന മാലയുമായി ഉണ്ടായ സാദൃശ്യം എന്നിൽ ഭൂതകാല സ്മരണകൾ ഉണർത്തി. ഗൃഹാതുരത്വം എന്നെ പിടികൂടി. ഇത്രയും അനന്യമായ ഒരു വസ്തു വളരെ കാലമായി ഞാൻ കണ്ടിട്ട് അത് കിട്ടാതെ വയ്യ. അഭയാനന്ദജി അത് എനിക്ക് വേണ്ടി തന്ത്രപരമായി വിലപേശി 200 രൂപയ്ക്ക് കൈക്കലാക്കി. മാല കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം ആഹ്ലാദിച്ചു. ഒഴിവാക്കാമായിരുന്ന ഒരു കശപിശയൊഴിച്ചാൽ ശരിയായ സാധന, ചർച്ചകൾ, നർമ്മദാ തീരത്തിൽ നീണ്ട നടത്തങ്ങൾ തുടങ്ങിയവയുമായി ഖേഡിഘട്ടിലെ ദിവസങ്ങൾ സ്വച്ഛമായി കടന്നുപോയി. തൻ്റെ ഗുരുജിയെ സന്ദർശിക്കുവാൻ അഭയാനന്ദജി ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് അത്ര അകലെയല്ലാത്ത ഓംകാരേശ്വറിലേക്ക് ഇടയ്ക്കിടെ പോകാറുണ്ട്.
എൻ്റെ ജപപുരസ്ചരണം പൂർത്തിയാകാറായി. എന്നാൽ ഹവനം നടത്തിത്തരുവാൻ ആരുമുണ്ടായിരുന്നില്ല. നർമ്മദയുടെ തീരത്തുള്ള ആശ്രമത്തിൽ ഇത്തരം അനുഷ്ഠാനങ്ങൾ നടത്താൻ ആർക്കും അനുവാദമില്ലാത്തതിനാൽ വിലക്ക് അപ്രധാനമാണ്. അനുഷ്ഠാനങ്ങൾ അവധൂത തത്വത്തിന് എതിരുമാണ്. അന്നദാനത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നിയമം. പൂർണ്ണ ഭക്തിയോടും ശ്രദ്ധയോടും മുടങ്ങാതെ ജപിക്കുകയാണെങ്കിൽ പൂർണ്ണതയ്ക്ക് അത്രയും മതി. പുരസ്ചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഹവനം നടത്താൻ കഴിയാതെ വന്നാൽ ആകെ ജപസംഖ്യയുടെ 10% കൂടി ജപിക്കണമെന്ന് അഭയാനന്ദജി നിർദ്ദേശിച്ചു. വേദശാസ്ത്രങ്ങളിലെ ഇത്തരം നിയമങ്ങൾ എന്നേക്കാൾ കൂടുതൽ അഭയാനന്ദജിക്ക് അറിയുമെന്നത് എനിക്ക് എപ്പോഴും അനുഗ്രഹമാകാറുണ്ട്. നിയമങ്ങൾ കൃത്യമായി പിന്തുടരുവാൻ ഞാൻ ഒരിക്കലും ഉത്സുകനായിരുന്നില്ല. എന്നാൽ ഇത്തരം ചിട്ടകൾ പിന്തുടരണം എന്ന് അഭയാനന്ദജി എന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. വേദങ്ങളും മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങളും അനുശാസിക്കുന്ന നിബന്ധനകളും മറ്റും അനുസരിക്കാൻ വിട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം ഞാനുമായി വഴക്കിടാറുണ്ട്. അത്തരം ശകാരങ്ങളും വഴക്കുകളും തീർച്ചയായും എൻ്റെ സാധന കൂടുതൽ വിജയകരമാക്കുന്നതിനായിരുന്നു. ഞാൻ എൻ്റെ ജപപുരസ്ചരണം പൂർത്തിയാക്കി. എന്തോ ചില ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഋഷികേശിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് അഭയാനന്ദജി എന്നെ അറിയിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇല്ലാതാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ലാതെ ഇവിടെ തുടർന്ന് താമസിക്കുന്നതിന് എനിക്കും താല്പര്യമില്ലായിരുന്നു. ഞാനും ഇവിടം വിട്ട് ഇൻഡോറിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് ഇനിയും പൂർത്തിയാകാത്ത എൻ്റെ ഗവേഷണം തുടരാം. അവിടെ ആനന്ദമയ ആശ്രമത്തിലെ എൻ്റെ പഴയ സുഹൃത്ത് ബാബയുടെ കൂടെ താമസിച്ച് ശ്രീവിദ്യയിൽ ഗവേഷണം തുടരാം. അഭയാനന്ദജി ഋഷികേശിലേക്കും ഞാൻ ഇൻഡോറിലേക്കും പോയി. ഇൻഡോർ ആശ്രമത്തിലെ ബാബ എന്നെ സസന്തോഷം സ്വാഗതം ചെയ്തു. വളരെ കാലമായി അദ്ദേഹം താമസിച്ചിരുന്ന മുറി എനിക്ക് ദീർഘകാലം താമസിക്കുന്നതിന് വിട്ടുതന്നു. സ്വീകരണ മുറി, കുളിമുറിയോടുകൂടിയ കിടപ്പുമുറി, പൂജാമുറി എന്നീ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച് ഞാൻ ചിതി യന്ത്രം നിർമ്മിക്കാൻ തുടങ്ങി. 6 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ചെമ്പു തകിടിൽ ഒരു യന്ത്രം വരച്ചു. അതിന് ചെലവ് വന്ന 5000 രൂപ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരിൽ നിന്ന് സ്വരൂപിച്ച് എനിക്ക് തന്നു. ചിതി യന്ത്രത്തിൽ പൂജയും ചില അനുഷ്ഠാന കർമ്മങ്ങളും നടത്തി ഞാൻ ജപം ആരംഭിച്ചു. വളരെ നേരം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ആയിരിക്കുക എന്നതിൻ്റെ അവബോധം പ്രായോഗികമായി അനുഭവിക്കുന്നതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി രാത്രികളിൽ ഞാൻ ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും വായിക്കുകയും ചെയ്തു. പകലുകളിൽ ഞാൻ ഉറങ്ങി. രാവിലെകളിൽ ആശ്രമത്തിലെ മനോഹരമായ പൂന്തോട്ടത്തിൽ കുറച്ചുനേരം നടന്നു. അതിമനോഹരമായ ചിറകുകളുള്ള ഒരു ചിത്രശലഭം പൂന്തോട്ടത്തിലെ മണ്ണിൽ ചത്തിക്കിടക്കുന്നത് ഒരു ദിവസം ഞാൻ കണ്ടു. അജ്ഞാതമായ ഒരു വേദന എൻ്റെ ഹൃദയത്തിൽ തുടിച്ചു. ചത്ത ചിത്രശലഭത്തെ കയ്യിലെടുത്ത് ഞാൻ മുറിയിലേക്ക് നടന്നു. വഴിക്ക് വച്ച് ആനന്ദമയി ക്ഷേത്രത്തിൻ്റെ വരാന്തയിൽ ബാബയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും, അദ്ദേഹം ഡോക്ടറാണ്, ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിലെ ഏതോ ഒരു അജ്ഞാത ശക്തിയാൽ പ്രചോദിപ്പിക്കപ്പെട്ട പോലെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, സർ, മനോഹരമായ ഈ ചിത്രശലഭം തീർത്തും ചത്തു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? അതോ അതിൻ്റെ നിലനിൽപ്പ് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അതിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? ഡോക്ടർ ചിത്രശലഭത്തെ നോക്കുകയും തൊട്ടുനോക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഇത് എല്ലാ അർത്ഥത്തിലും ചത്തുകഴിഞ്ഞു. സ്വാമിജി, ചത്ത ഈ ചിത്രശലഭത്തെ കൊണ്ട് എന്ത് ചെയ്യാനാണ് പരിപാടി? അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്? അല്ലെങ്കിൽ അങ്ങ് ഇതിനെപ്പറ്റി ഞങ്ങളോട് എന്താണ് പറയാൻ താല്പര്യപ്പെടുന്നത്? അങ്ങ് എന്തെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കുകയാണോ? മറുപടിക്കായി ബാബയും എൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇത് ചത്തതായി കാണപ്പെടുന്നുണ്ടെങ്കിലും ജീവൻ്റെ പല അവസ്ഥകളിൽ പ്രധാനപ്പെട്ട പ്രാണൻ മാത്രമേ വിട്ടുപോയിരിക്കുന്നുവെന്ന് പറയാനാകൂ. ഏത് ജീവി മരിക്കുമ്പോഴും പ്രാണൻ പെട്ടെന്ന് ശരീരം വിട്ടുപോകുന്നു. മറ്റ് ഘടകങ്ങൾക്ക് ശരീരം വിട്ടുപോകുവാൻ കൂടുതൽ സമയം വേണ്ടിവരും. ഇതിനെപ്പറ്റി നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ജീവൻ്റെ ഘടകങ്ങളിൽ പ്രധാന ഘടകമാണ് പ്രാണൻ. മറ്റ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഉപാണുക്കൾ എന്ന് പറയാറുള്ളതുപോലെ ഉപപ്രാണനുകൾ ജീവിയിൽ ബാക്കിയുണ്ടായിരിക്കും. ഈ ഉപപ്രാണനുകളെ ക്രമീകരിച്ചാണ് ആത്മാവിൻ്റെ അടുത്ത ശരീരത്തെ പ്രകൃതി രൂപപ്പെടുത്തുന്നത്. നാം വസ്ത്രം മാറുമ്പോഴൊക്കെ ശരീരം മാറ്റാറില്ലല്ലോ. ശരീരത്തിനനുസരിച്ച് വസ്ത്രം മാറ്റുകയാണ് നമ്മൾ പതിവ്. ജീവി മരിക്കുമ്പോൾ ജീവൻ്റെ 16 മൂലകങ്ങളിൽ ഒന്നായ പ്രാണൻ ക്ഷണത്തിൽ ശരീരം വിട്ടുപോകുമെങ്കിലും ജീവിയിൽ ജീവശാസ്ത്രപരമായുള്ള 16 മൂലകങ്ങളിൽ ഒന്നു മാത്രമായ ജീവശക്തി ആയുസ് തരുമ്പോൾ ശരീരം വിടുകയും ബാക്കി 15 മൂലകങ്ങൾ നിഷ്ക്രിയമായി ശരീരത്തിൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അവയെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയാണെങ്കിൽ
പ്രാണനെ, ജീവശക്തിയെ മൃതശരീരത്തിന് പുറമേ നിന്ന് പകർന്നു കൊടുക്കുവാൻ കഴിയും. ഞാൻ ഒരു ഉന്മാദിയെപ്പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് ബാബയും ഡോക്ടറും സ്തബ്ധരായി കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. ഡോക്ടർ ചൂണ്ടയിടുന്നത് പോലെ ചോദിച്ചു, അങ്ങയ്ക്ക് അവയെ തിരിച്ചറിയുവാൻ കഴിയുമോ? പ്രയോജനപ്പെടുന്ന വിധത്തിൽ അങ്ങയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ പരീക്ഷിച്ചു നോക്കിയിട്ടില്ലെങ്കിലും അത് സാധ്യമാണ്. വേദങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദങ്ങൾ നമ്മെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുകയില്ല. വേദങ്ങളിൽ പറഞ്ഞത് പ്രാവർത്തികമാക്കാം. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ അറിവുണ്ട്, എന്നാൽ അനുഭവജ്ഞാനമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പറ്റാവുന്ന വിധത്തിൽ ഇപ്പോൾ തന്നെ പ്രയോഗിച്ചു നോക്കുക. ഇങ്ങനെ ഒരു അവബോധം എന്നിൽ പെട്ടെന്ന് ഉയർന്നു വന്നിരിക്കുന്നു. അതിന് കാരണമെന്താണ്? ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. ഞാൻ പറഞ്ഞത് അത്ഭുത കൃത്യങ്ങളെപ്പറ്റിയല്ല, മറിച്ച് ശാസ്ത്രീയമായി തെളിയിച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. നിന്റെ വിശ്വാസം സത്യമാണ് എന്ന് തെളിയിക്കുക. ഒരു ശബ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. എവിടെ നിന്നോ എന്നിൽ ഒരു ദൃഢവിശ്വാസമുണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസത്തെ സാവകാശം തരണം. ഇതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ തേടിയെടുക്കേണ്ടതുണ്ട്. അത് കണ്ടുപിടിക്കുവാൻ എനിക്ക് സാധിക്കും, തീർച്ച. നാളെ രാവിലെ ആശ്രമത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആ അത്ഭുതം കാണിക്കും. ഈ പൂമ്പാറ്റ പറക്കും. ഡോക്ടർ പറഞ്ഞു, അസാധ്യം. ചത്തുപോയ ജീവികൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാറില്ല. ഞാൻ തർക്കിച്ചു, നിങ്ങളുടെ ശാസ്ത്രത്തിൽ നിങ്ങളതിനെ ചത്തു എന്ന് പറയും. കാരണം മരണത്തെപ്പറ്റി നിങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ വേറെയാണ്. അത് നിങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ പരിമിതികളുമാണ്. അത് നിർമ്മാണാത്മകമല്ല, നശീകരണോന്മുഖമാണ്. നിങ്ങളുടെ ശാസ്ത്രം വേദങ്ങളെപ്പോലെ സ്വയം സമ്പൂർണമായ ജ്ഞാനമല്ല. മരണം അന്തിമമല്ല എന്നാണ് ഞങ്ങൾ ശക്തി സാധകരെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണം ഒരു പരിണാമത്തിൻ്റെ ഘട്ടം മാത്രമാകുന്നു. കാരണം സാക്ഷാത്കാരം ഒരിക്കലും ഘട്ടം ഘട്ടമായി സംഭവിക്കുന്ന ഒന്നല്ല. മറ്റു ചില ഘടകങ്ങൾ കൂടി പൂർത്തിയാക്കാതെ മരണം സംഭവിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ മരിച്ചു കഴിഞ്ഞാലും മരിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ ജീവികളിലും പരമാണു ഒരേപോലെ സ്ഥിതി ചെയ്യുന്നു. ആ പരമാണുവിനെ ഞങ്ങൾ അമ്മ എന്ന് വിളിക്കുന്നു. സംഘടന വിഘടന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചത്ത പൂമ്പാറ്റയിൽ ജീവൻ തിരിച്ചു കൊണ്ടുവരും. നാളെ നമുക്ക് എൻ്റെ മുറിയിൽ വെച്ച് വീണ്ടും കാണാം. ഞങ്ങൾ പിരിഞ്ഞു. അത് അപ്രതീക്ഷിതവും ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതുമായ വെല്ലുവിളിയായിരുന്നു. ആത്മീയതയുടെ ശാസ്ത്രം ഭൗതികതയുടെ ശാസ്ത്രത്തേക്കാൾ ഉന്നതമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ അറിയാതെ ഏറ്റെടുത്തിരിക്കുന്നു. ചില്ലുകൊണ്ടുണ്ടാക്കിയതും മുകളിൽ സുഷിരമുള്ളതുമായ ഒരു ചെറിയ പെട്ടി ബ്രഹ്മചാരി കന്നയ്യയുടെ സഹായത്തോടെ അങ്ങാടിയിൽ നിന്ന് ഞാൻ വാങ്ങി. ചത്ത ചിത്രശലഭത്തെ ആ ചില്ലുകൂട്ടിലാക്കി ഞാൻ പൂജാമുറിയിൽ വെച്ചു. ആ നിമിഷം മുതൽ എൻ്റെ ചിന്ത ആ ചിത്രശലഭത്തെക്കുറിച്ച് മാത്രമായി. അതിന് പുനർജന്മം കൊടുക്കുക. ആ ചിന്ത ബാധ പോലെ എന്നെ ആവേശിച്ചു. ഡോക്ടർ പോയ ശേഷം ഞാൻ മുറിയിൽ തിരിച്ചെത്തി. അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ പൊടി പിടിച്ച് വിസ്മൃതിയിലായ ഫയൽ പെട്ടെന്ന് കണ്ടെത്തുന്നത് പോലെ മുമ്പ് പഠിച്ച മന്ത്രങ്ങൾ, ക്രിയകൾ, അനുഷ്ഠാനങ്ങൾ മുതലായവ വെളിപാട് കണക്കെ എൻ്റെ മനസ്സിൽ സ്ഫുരിച്ചു. സ്വയമേവ എന്നിൽ തെളിഞ്ഞ അവയെ യുക്തിപൂർവ്വം ക്രമപ്പെടുത്തി ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങി. സന്ദർഭം ഇതല്ലാത്തതുകൊണ്ട് മന്ത്രങ്ങളും ക്രിയകളും മറ്റും ഇവിടെ രേഖപ്പെടുത്തുന്നില്ല. സങ്കല്പം ചെയ്ത് ജപിച്ച് അപ്പോൾ സൃഷ്ടിച്ച കമ്പനങ്ങളെ ചില്ലുകൂട്ടിലുള്ള പൂമ്പാറ്റയിലേക്ക് സുഷിരത്തിലൂടെ രാത്രി മുഴുവനും ഞാൻ അയച്ചുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക മന്ത്രമാണ് ജപിക്കാൻ ഞാൻ ഉപയോഗിച്ചിരുന്നത്. എനിക്ക് വേദങ്ങളിലും എൻ്റെ ഗുരുമണ്ഡലിയിലും പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ പരാജയപ്പെടാൻ ഒരിക്കലും അവർ സമ്മതിക്കുകയില്ല. രാത്രി എപ്പോൾ അവസാനിച്ചുവെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ലോകത്തിൽ ആമഗ്നായിരുന്നു. അതിരാവിലെ തന്നെ ഡോക്ടറും ബാബയും എൻ്റെ പൂജാമുറിയിലെത്തി. ഡോക്ടറുടെ മുഖത്തെ ചോദ്യഭാവം അല്ലെങ്കിൽ സംശയം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ബാബയ്ക്ക് മന്ത്രശക്തിയിൽ തീർച്ചയായും വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അത് പ്രയോഗിച്ച് നോക്കിയിരുന്നില്ല. മന്ത്രാനാം അചിന്ത്യശക്തി, മന്ത്രങ്ങളുടെ ശക്തി അസാമാന്യമാണ് എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. രണ്ടുപേരും പൂജാമുറിയിൽ ഉപവിഷ്ടരായപ്പോൾ ചത്ത പൂമ്പാറ്റയെ സൂക്ഷിച്ചിരുന്ന ചില്ലുപെട്ടി തുറന്ന് ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ച് ഞാൻ കൈകൊട്ടി. അത്ഭുതം! പൂമ്പാറ്റ ചിറക് വിടർത്തി മുറിയിൽ പറന്നുയർന്ന് അപ്പോൾ തന്നെ നിലത്തു വീണു. ഞാനതിനെ എടുത്ത് പരിശോധിച്ചു. ശരിയാണ്, പ്രാണശക്തി അതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. മന്ത്രശക്തി പ്രയോഗിച്ച് പൂമ്പാറ്റയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഡോക്ടറും ബാബയും എന്നെ അഭിനന്ദിച്ചു. മന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിലൂടെ അത് സാധ്യമാക്കിയിരിക്കുന്നു. അത് അത്ഭുതകരവും പ്രോത്സാഹനജനകവുമാണെന്ന് അവർ പ്രശംസിച്ചു. അത് സാധ്യമാക്കിയതോ പ്രത്യേകിച്ച് പരിശീലനമോ അറിവോ മാർഗനിർദ്ദേശമോ ഇല്ലാതെയും.
എൻ്റെ ജീവിതത്തിൽ ഡോക്ടറും ബാബയും അനുമോദിച്ചു എന്നത് ശരി തന്നെ. എന്നാൽ പൂമ്പാറ്റ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ജീവിച്ചുള്ളൂ. എന്തുകൊണ്ട് അതിന് കൂടുതൽ സമയം ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് അറിയാൻ അവർ ആഗ്രഹിച്ചു. പൂമ്പാറ്റയുടെ മരണം എന്നെയും ദുഃഖിപ്പിച്ചിരുന്നുവെങ്കിലും മരണകാരണം എനിക്കറിയാമായിരുന്നു. ഇതിനകം എൻ്റെ ആവേശം ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ഇത് ഒരു ചെറിയ വിജയമാണ്. പക്ഷേ അതിന് ചിലവഴിക്കേണ്ടി വന്ന ഊർജം വളരെ കൂടുതലായിരുന്നു. എന്നിൽ സംഭരിച്ചു വച്ചിരുന്ന നല്ലൊരു പങ്ക് ഊർജവും അതിനുപയോഗിക്കപ്പെട്ടു. ഏതാനും മാസങ്ങളായി കേടിക്കട്ടിൽ ഞാൻ വിജയകരമായി നടത്തിയ പുരസ്ചരണത്തിൽ സംഭരിച്ച ഊർജത്തിൽ കുറച്ച് ദൈവകൃപയാൽ എന്നിൽ ബാക്കിയുണ്ടായിരുന്നു. സൃഷ്ടി മനുഷ്യൻ ചെയ്യേണ്ട ഒന്നല്ല. പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടിയും സൃഷ്ടിക്കപ്പെടണമെങ്കിൽ 3 ഊർജങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ആ 3 ഊർജങ്ങളിൽ ഒന്ന് പ്രവർത്തിക്കാതായാൽ അല്ലെങ്കിൽ വ്യവസ്ഥയിൽ നിന്ന് അകന്നുപോയാൽ സൃഷ്ടി നാശത്തിലേക്ക് നയിക്കപ്പെടും. ഞാൻ അവരോട് പറഞ്ഞു. ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ നടത്തിയ ദീർഘകാലത്തെ സാധനയുടെ ഫലമായി എന്നിൽ പ്രാഥമിക സൃഷ്ടിശക്തി അഥവാ ബ്രഹ്മശക്തി, അതായത് സൃഷ്ടിക്കാനുള്ള ശക്തി ചെറിയ തോതിൽ ഉണർത്തപ്പെട്ടിരുന്നു. നിശ്ചയമായും അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് എന്നിൽ വന്നു ചേർന്നതാണ്. കൃത്യമായും തീക്ഷ്ണമായും സാധന ചെയ്യുന്ന ആരിലും ഇങ്ങനെ സംഭവിക്കാം. എൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിരുന്നിരിക്കാം. പരിപാലകനില്ലാതെ സൃഷ്ടി സംഭവിക്കുകയില്ല. സൃഷ്ടിക്ക് സ്വയം നിലനിൽപ്പില്ല. അതിനാൽ സൃഷ്ടിക്കപ്പെട്ടതിന് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതുവരെ നയിക്കാൻ പരിപാലകൻ അഥവാ വിഷ്ണു ആവശ്യമാണ്. എൻ്റെ കാര്യത്തിൽ അശ്രദ്ധയും അമിതോത്സാഹവും മൂലം അബദ്ധം സംഭവിച്ചു. ശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിപാലനത്തിന് വേണ്ട ഊർജം എന്നിൽ കാലേക്കൂട്ടി സംഭരിച്ചു വയ്ക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. സൃഷ്ടി പ്രക്രിയ കഴിഞ്ഞ ഉടനെ പരിപാലന ഊർജം സൃഷ്ടിയെ ഏറ്റെടുക്കേണ്ടതുണ്ട്. സൃഷ്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ നാം ചെയ്തു കഴിഞ്ഞ സങ്കല്പത്തെ ഭേദഗതി ചെയ്യാനാകില്ല. അത് അനുവദനീയമല്ല. ഇവിടെയാണ് തുടർച്ചയുടെ കണ്ണിവിട്ടുപോയത്. എന്നാൽ അത്രയെങ്കിലും സംഭവിച്ചതിൽ ഞാൻ തൃപ്തനായിരുന്നു. അതേസമയം പ്രകൃതിയുടെ വ്യവസ്ഥാപിത നിയമവ്യവസ്ഥ ലംഘിച്ചതിന് എനിക്ക് നാണക്കേടും തോന്നി. എന്നാൽ മന്ത്രശാസ്ത്രങ്ങളുടെ ശക്തിയെക്കുറിച്ചും അവ ഇന്നും പ്രസക്തമാണെന്നും ബോധ്യപ്പെടുത്തുന്ന അനുഭവസാക്ഷ്യം എന്നെ സന്തുഷ്ടനാക്കി. മന്ത്രശാസ്ത്രം ഇന്നും ഫലപ്രദമാണ്, പ്രായോഗികക്ഷമവുമാണ്, പ്രസക്തവുമാണ്. എന്നാൽ അത് പ്രാപ്തിയും ആധികാരികതയും ഉള്ളവരിൽ നിന്ന് ആഴത്തിൽ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പരാജയങ്ങൾക്ക് ഗ്രഹങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. ആത്മീയതയിൽ ജാഗ്രത വളരെ പ്രധാനമാണ്. നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് ഋഷിമാരെ അപമാനിക്കലും അതിൻ്റെ ഫലമായി ശാപം ഏറ്റുവാങ്ങലുമായിരിക്കും സംഭവിക്കുക. എൻ്റെ കാര്യത്തിൽ സ്ഥിതിശക്തി അഥവാ വിഷ്ണുശക്തി അല്ലെങ്കിൽ പരിപാലന ശക്തി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല. പൂമ്പാറ്റ കൂടുതൽ സമയം ജീവിച്ചിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ വിശദീകരണം അവർക്ക് 2 പേർക്കും സമ്മതമായി. എന്നെ അഭിനന്ദിച്ചിട്ട് അവർ യാത്രയായി. എന്നാൽ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ പ്രകൃതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നിസ്സാര കാര്യങ്ങൾക്കായി ഞാൻ തുലച്ചു എന്ന് തോന്നി. സാക്ഷാത്കാരം എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ള സാധകൻ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, അതിനെ പോഷിപ്പിക്കുന്നത് അയാളെ പതനത്തിലേക്കും ജീർണതയിലേക്കും നയിക്കും. എൻ്റെ കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. നാശത്തിൻ്റെ ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, അവിശ്വാസികളുടെ ലോകത്ത് മന്ത്രത്തിൻ്റെ ശക്തി തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് സംശയാലുക്കളായ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ചില സാധകർക്കെങ്കിലും സംശയ ദൂരീകരണത്തിന് സഹായകമായേക്കാം. ആത്മീയതയുടെ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. പ്രകൃതി നിയമങ്ങളും വേദപ്രമാണങ്ങളും ലംഘിച്ചതിന് ഗുരുമണ്ഡലിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സജ്ജനങ്ങളെ, ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ നാഥാനന്ദജി പ്രതിപാദിച്ചിട്ടുള്ളത്. ഏവർക്കും നന്ദി, നമസ്കാരം.